അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യ സന്ദർശിച്ചത് വാർത്തകളിൽ കണ്ടിരിക്കുമല്ലോ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വെറും ഒരു കൂടിക്കാഴ്ച എന്നതിലുപരി നിങ്ങളുടെയും എന്റെയും ജീവിതത്തെ ബാധിക്കുന്ന ചില സുപ്രധാന തീരുമാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. സാധാരണ നമ്മൾ വിദേശയാത്രകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ലാഭം എന്ന് ചിന്തിക്കാറുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു കാര്യം പറയാം. നമ്മുടെ അടുക്കള. ഭാരതം ഏറ്റവും കൂടുതൽ പാം ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് മലേഷ്യ. മുൻപ് ചില കാരണങ്ങളാൽ ഈ വ്യാപാരത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സന്ദർശനത്തോടെ ആ ബന്ധം വളരെ ശക്തമായി മാറി. ഇതെങ്ങനെയാണ് നമ്മുടെ പോക്കറ്റിനെ ബാധിക്കുക? പാം ഓയിലിന്റെ വിതരണം സുഗമമായാൽ എണ്ണ വിലയിൽ വലിയ മാറ്റങ്ങൾ വരാതെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും. അതായത് ഈ നയതന്ത്രം നമ്മുടെ നിത്യജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. മറ്റൊരു കാര്യം കറൻസി ഇടപാടാണ്. സാധാരണ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കച്ചവടം നടത്തുമ്പോൾ അമേരിക്കൻ ഡോളറാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇനി മുതൽ മലേഷ്യയുമായി കച്ചവടം നടത്തുമ്പോൾ നമ്മുടെ ഇന്ത്യൻ രൂപ ഉപയോഗിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ ഇതൊരു വലിയ വിപ്ലവമാണ്. ഡോളറിന്റെ വില കൂടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം പോകുന്നത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. നമ്മുടെ രൂപയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ വില ലഭിക്കാനും ഇത് കാരണമാകും. മലേഷ്യയിൽ ലക്ഷക്കണക്കിന് ഭാരതീയർ ജോലി ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുള്ളവർ. അവർക്ക് അവിടെ കൂടുതൽ സുരക്ഷിതത്വവും പരിഗണനയും ഉറപ്പാക്കാൻ ഈ സന്ദർശനം സഹായിച്ചു. അതുപോലെ തന്നെ ഇനി മലേഷ്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ നടപടികൾ എളുപ്പമാക്കുന്നതിനെ കുറിച്ചും വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതായത് ടൂറിസം മേഖലയിലും തൊഴിൽ മേഖലയും വലിയ അവസരങ്ങളാണ് തുറക്കുന്നത്. നമ്മൾ ഇന്ന് ചായക്കടയിൽ പോലും ഫോൺ വഴി പണമടയ്ക്കാറുണ്ട്. ഈ സൗകര്യം മലേഷ്യയിലും വ്യാപിക്കാൻ മോദി മുൻകൈയെടുത്തിട്ടുണ്ട്. ഇനി മലേഷ്യയിൽ പോയാൽ അവിടെയും നമ്മുടെ ഫോൺ ഉപയോഗിച്ച് പണമടയ്ക്കാൻ സാധിക്കും. കൂടാതെ ലോകത്തെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് മലേഷ്യ. നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് സാധനങ്ങളും കുറഞ്ഞ വിലയ്ക്ക് നിർമ്മിക്കാൻ മലേഷ്യയുടെ സാങ്കേതിക സഹായം വലിയ പങ്കുവഹിക്കും. നമ്മുടെ നാട്ടിലെ മിടുക്കരായ കുട്ടികൾക്ക് പഠിക്കാനും ജോലി ചെയ്യാനും പുതിയൊരിടം കൂടി തുറക്കുകയാണ്. IIT പോലുള്ള നമ്മുടെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലേഷ്യയിലെ സർവകലാശാലകളുമായി കൈകോർക്കുകയാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് IT വിദ്യാർത്ഥികൾക്ക് മലേഷ്യയിലെ വലിയ കമ്പനികളിൽ എളുപ്പത്തിൽ ഇന്റേൺഷിപ്പും ജോലിയും ലഭിക്കാൻ ഇത് വഴിയൊരുക്കും. അതുപോലെ തന്നെ മലേഷ്യയിലെ അത്യാധുനിക സാങ്കേതിക വിദ്യ പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളും ലഭിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കാറുകൾ എന്നിവയെല്ലാം ചെറിയ ചിപ്പുകളുണ്ട്. ലോകത്ത് ഈ ചിപ്പുകൾ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിലുള്ള രാജ്യമാണ് മലേഷ്യ. മോദിയുടെ ഈ സന്ദർശനത്തിലൂടെ മലേഷ്യൻ കമ്പനികൾ ഇന്ത്യയിൽ ഫാക്ടറികൾ തുടങ്ങാൻ പോകുകയാണ്. ഇത് നടന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ചിപ്പുകൾ നിർമ്മിക്കും. ഫലം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും വില കുറയാൻ ഇത് കാരണമാകും. മേക്ക് ഇൻ ഇന്ത്യ നമ്മുടെ വീട്ടുപടിക്കൽ എത്തുന്ന കാഴ്ചയാണിത്. മലേഷ്യയിൽ ധാരാളം ഇന്ത്യക്കാരുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആയുർവേദത്തിനും സിദ്ധവൈദ്യത്തിനും അവിടെ വലിയ സ്വീകാര്യതയുണ്ട്. മോദിയുടെ ഈ സന്ദർശനത്തിൽ നമ്മുടെ പരമ്പരാഗത മരുന്നുകൾക്ക് മലേഷ്യയിൽ കൂടുതൽ അംഗീകാരം നൽകാൻ തീരുമാനമായിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ മരുന്ന് ഉൽപാദകർക്കും ആയുർവേദ ഡോക്ടർമാർക്കും വലിയൊരു വിപണി തുറന്നു കൊടുക്കുകയാണ്. നമ്മുടെ പൈതൃകമായ ചികിത്സാ രീതികൾ ലോകം മുഴുവൻ പടരുന്നതിന്റെ ഭാഗമാണിത്. മലേഷ്യയിലെ വലിയ കമ്പനികൾ ഭാരതത്തിലെ റോഡ് നിർമ്മാണം, വിമാനത്താവളങ്ങൾ, ഡിജിറ്റൽ മേഖലകൾ എന്നിവയിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കാൻ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. വിദേശ പണം നമ്മുടെ നാട്ടിലേക്ക് ഒഴുകുമ്പോൾ സ്വാഭാവികമായും പുതിയ റോഡുകളും പാലങ്ങളും ഉണ്ടാകും. അതോടൊപ്പം പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലിയും ലഭിക്കും. അതായത് മോദിയുടെ ഈ യാത്ര ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയൊരു ഇന്ധനമാണ്. സാംസ്കാരികമായി നോക്കിയാൽ മലേഷ്യയിലെ തമിഴ് ജനതയെയും ഇന്ത്യൻ സമൂഹത്തെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് തിരുവള്ളുവർ സെന്റർ സ്ഥാപിക്കാനുള്ള തീരുമാനം നമ്മുടെ പൈതൃകത്തെയും ബന്ധങ്ങളെയും കൂടുതൽ ആഴമുള്ളതാക്കുന്നു. പ്രധാനമന്ത്രി മോദിയുടെ ഈ മലേഷ്യൻ സന്ദർശനം ഭാരതത്തിന്റെ ആഗോള ഉയർച്ചയുടെ ആത്മവിശ്വാസമുള്ള പ്രഖ്യാപനമാണ്. സാമ്പത്തിക ശക്തിയായും സാങ്കേതിക നേതൃത്വമായും സുരക്ഷാ പങ്കാളിയായും ഭാരതം മാറിക്കഴിഞ്ഞു എന്നതിന്റെ അടയാളമാണിത്. ആക്ട് ഈസ്റ്റ് നയത്തിലൂടെ കിഴക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുന്ന ഭാരതം വരും കാലങ്ങളിൽ ലോകക്രമത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന ശക്തിയായി മാറുമെന്നതിൽ സംശയമില്ല. നമ്മൾ സാമ്പത്തിക കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ ഈ മാറ്റം പൂർണ്ണമാകില്ല. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷയിൽ ഭാരതവും മലേഷ്യയും കൈകോർക്കുന്നത് വലിയൊരു തന്ത്രപരമായ നീക്കമാണ്. കടൽ വഴിയുള്ള വ്യാപാരങ്ങൾ സുരക്ഷിതമാക്കാനും ഈ മേഖലയിൽ സമാധാനം നിലനിർത്താനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം സഹായിക്കും. ഭാരതവും മലേഷ്യയും തമ്മിലുള്ള ബന്ധം വെറും രാഷ്ട്രീയമല്ല,
അത് നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക ബന്ധം കൂടിയാണ്. അവിടെ വസിക്കുന്ന ലക്ഷക്കണക്കിന് ഭാരതീയ വംശജരെ കണക്കിലെടുത്ത തിരുവള്ളൂർ സെന്റർ പോലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും. ഹരിത ഊർജ, അതായത് പരിസ്ഥിതി സൗഹൃദമായ ഊർജ പദ്ധതികളിലും ഇരു രാജ്യങ്ങളും കൈകോർക്കുന്നുണ്ട്. തെക്കുകിഴക്കൻ ഏഷ്യയിൽ ചൈനയുടെ സ്വാധീനം വളരെ വലുതാണ്. മലേഷ്യയുമായുള്ള ഭാരതത്തിന്റെ ഈ പുതിയ അടുപ്പം ആ മേഖലയിൽ ഒരു ബാലൻസ് ഉണ്ടാക്കാൻ സഹായിക്കും. ദക്ഷിണ ചൈന കടലിലെ തർക്കങ്ങളും മറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മലേഷ്യയെ പോലൊരു രാജ്യം ഭാരതത്തെ ഒരു വിശ്വ സുഹൃത്തായി കാണുന്നത് ഏഷ്യൻ രാഷ്ട്രീയത്തിൽ ഭാരതത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. ലോകം ഇന്ന് ഭാരതത്തെ നോക്കുന്നത് വെറും ഒരു വികസിത രാജ്യം എന്ന നിലയിലല്ല, മറിച്ച് ലോകത്തെ നയിക്കാൻ പോകുന്ന ഒരു വിശ്വഗുരു എന്ന നിലയിലാണ്. ഈ മാറ്റത്തിന് പിന്നിൽ ഒരേ ഒരു പേരേയുള്ളൂ: നരേന്ദ്രമോദി. ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയ ആ കരുത്തുറ്റ നേതൃത്വം മലേഷ്യയിൽ എത്തിയപ്പോൾ കണ്ടത് ചരിത്രം തിരുത്തിക്കുറിക്കുന്ന കാഴ്ചകളാണ്. വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ വാക്കുകൾക്ക് കാതോർക്കുന്ന പുതിയ കാലത്തിന്റെ തുടക്കമാണിത്. പഴയ കാലത്തെ പോലെ കേവലം ഉടമ്പടികളിൽ ഒപ്പിടുക മാത്രമല്ല ഇന്ന് ഭാരതം ചെയ്യുന്നത്, മറിച്ച് ഓരോ വിദേശ യാത്രയെയും ഭാരതത്തിന്റെ ഓരോ പൗരന്റെയും വളർച്ചയ്ക്കായി എങ്ങനെ മാറ്റാമെന്ന് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരിയാണ് നാം ഇവിടെ കാണുന്നത്. മോദിജി വിരിച്ച നയതന്ത്ര വലയിൽ ഇന്ന് മലേഷ്യയും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന പങ്കാളിയായി മാറി. ഡോളറിനെ മാറ്റിവെച്ച് സ്വന്തം കറൻസിയിൽ ഇടപാട് നടത്താൻ മലേഷ്യയെ പോലൊരു രാജ്യം തയ്യാറായെങ്കിൽ അത് മോദി എന്ന നേതാവ് ആഗോളതലത്തിൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസ്യതയുടെ ഫലമാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ കാര്യമായാലും UN സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗത്വത്തിന്റെ കാര്യമായാലും ഭാരതത്തിന്റെ താല്പര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ മോദിക്ക് സാധിച്ചു. മലേഷ്യൻ മണ്ണിൽ തിരുവള്ളൂർ സെന്റർ സ്ഥാപിക്കാനും നമ്മുടെ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കാനും അദ്ദേഹം കാണിക്കുന്ന താല്പര്യം ഭാരതീയ സംസ്കാരത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് തെളിയിക്കുന്നത്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ മലേഷ്യൻ സന്ദർശനം വെറും ഒരു രാജ്യ സന്ദർശനമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു ഇന്ത്യൻ യുഗത്തിന്റെ വിളംബരമാണ്. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റു രാജ്യങ്ങളെ ചേർത്ത് നിർത്തി പുതിയൊരു സാമ്പത്തിക ക്രമം കെട്ടിപ്പടുക്കാൻ ഭാരതത്തിന് കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഡോളറിന് പകരം രൂപയിൽ കച്ചവടം നടത്താനുള്ള തന്റേടം കാണിച്ചാലും ലോകത്തിന് മുഴുവൻ മാതൃകയായ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൈമാറിയാലും ഭാരതത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചാലും ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് മോദി എന്ന ഭരണാധികാരിയുടെ ദീർഘവീക്ഷണമാണ്. മലേഷ്യയുമായുള്ള ഈ പുതിയ ബന്ധം നമ്മുടെ അടുക്കളയിലെ എണ്ണ വില മുതൽ നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിന്റെ വില വരെ നിയന്ത്രിക്കാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഭാരതം ഇന്ന് വെറും ഒരു കാഴ്ചക്കാരനല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ കളിക്കാരനാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഒരു ആഗോള ശക്തിയായി വിശ്വഗുരുവായി മാറുന്ന ഈ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും സാക്ഷികളാണ്. ഈ പുതിയ ഭാരതത്തിന്റെ വളർച്ചയിൽ നിങ്ങൾക്കും അഭിമാനിക്കാം. തീർച്ചയായും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.